ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു വെജിറ്റബിൾ നൂഡിൽസാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയൊന്നും ഇനി നൂഡിൽസ് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഹെൽത്തിയായി നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു നൂഡിൽസാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേലും നല്ല ടേസ്റ്റിയായ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു നൂഡിൽസാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാൻ ഞാൻ അതിനായിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുക്കണം, ചെറുതെടുക്കരുത്. ഇത് തിളച്ച് വരുമ്പോൾ തിങ്ങിപ്പോകരുത്. അതുകൊണ്ട് ഒരു വലിയൊരു ചരുവം പോലത്തെ ഒരു ഉരുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഒരു മുക്കാൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കണം. ഇതാണ് നൂഡിൽസ്. നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന വലിയ നൂഡിൽസാണിത്. വലിയൊരു പാക്കറ്റാണ് അത്. പിന്നെ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക നൂഡിൽസ്. നമുക്ക് എന്തോരം വേണമെന്ന് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസാണ്. അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് വെള്ളത്തിൽ കിടന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം കുറേ വേവൊന്നുമില്ല. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും വെന്ത് കിട്ടും. അധികം വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പം ഒന്നും കൂടെ വെന്ത് പോകും. അതുകൊണ്ട് നമ്മളൊന്ന് തൊട്ട് ഇങ്ങനെ നോക്കുമ്പം ഒന്നിങ്ങനെ പൊട്ടണ ഒരിതിൽ നമ്മൾക്കത് ഇറക്കി വെക്കാം. എന്നിട്ടിപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കണം. വെള്ളമെല്ലാം പോയതിന് ശേഷം പിന്നെ ഒരു വലിയ പരന്നൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഒട്ടിപ്പിടിക്കും. നമ്മൾ ചൂടോട് തന്നെ കൂട്ടിയിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കൂല. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറണം. അത് ആ ഉരുളി തന്നെയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ 4 കോഴിമുട്ട ഇട്ടിട്ടൊന്ന് ചിക്കി എടുക്കണം. കോഴിമുട്ടയിൽ കുറച്ച് ഉപ്പും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടെ നന്നായി ഒന്ന് ചിക്കി എടുക്കണം. അധികം ചെറിയ കുഞ്ഞു പീസാക്കണ്ട, കുറച്ച് വലുപ്പത്തിൽ എന്നാലാണ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുള്ളൂ. പിന്നെ അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, സ്പ്രിങ് ഓണിയന്, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഇത് സെലറിയാണ്. സെലറിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. സെലറിയൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മുട്ടയൊക്കെ നല്ലോണം ചിക്കി വന്നിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കോരിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതിൽ നല്ലോണം ചെറുതാക്കി അരിയണം വെളുത്തുള്ളി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇത് സ്പ്രിങ് ഓണിയൻ്റെ അടിയിലുള്ള ഒരു ബൾബ് പോലത്തെ ഒരു വെള്ള സാധനം ഉണ്ടാവും. ഉള്ളി തന്നെയാണത്. അതാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അത് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കണേന്. ക്യാരറ്റൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റ്, ക്യാബേജ് എല്ലാ സാധനങ്ങളും നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ബീൻസാണ്. ബീൻസും അധികം എടുത്തിട്ടില്ല, കുറച്ചേ ഉള്ളൂ. കുറച്ചേക്ക് എടുത്താൽ മതി. പിന്നെ ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് പിന്നെ ഇതാണ് അട്ടാണി. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാനത് കുറച്ച് ഉണ്ടായി, അതുകൊണ്ട് അത് ഇട്ടതാണ്. ഉണ്ടെങ്കിൽ മാത്രം അട്ടാണി ഇട്ടാൽ മതി. ഗ്രീൻ പീസ്, പിന്നെ ക്യാപ്സിക്കം, 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടനൊന്നും വരണ്ട. ഒന്ന് വാടി കിട്ടിയാൽ മതി. കടിക്കുമ്പോൾ ഒന്ന് വെന്തതുപോലെ ഇരിക്കണം. നല്ലതുപോലെ വേകേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
വൈറ്റ് പെപ്പറ ബ്ലാക്ക് പെപ്പറ എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പോൾ ബ്ലാക്ക് പെപ്പറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പ് നോക്കണം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. ഇത് പഞ്ചസാരയാണ്, ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇതൊക്കെ ഒന്ന് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര ഇട്ടാൽ. ചെറിയൊരു ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ മധുരമൊന്നും ഉണ്ടാവില്ല, പിന്നെ നല്ല ടേസ്റ്റും കൂടെ കിട്ടും ഇതിന്. പഞ്ചസാരയും കൂടി ഇട്ട് ഉപ്പൊക്കെ നോക്കി നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ പതുക്കെ ഇളക്കിയാൽ മതി, നല്ലതുപോലെ ഇതാക്കി ഇളക്കരുത്, അത് നുറുങ്ങിപ്പോകും. 2 സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് എല്ലാം ഇളക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്പ്രിങ് ഓണിയനും സെലറിയും കൂടെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റിയതിന് ശേഷം ഓഫ് ചെയ്തിടാം. എന്നിട്ട് പിന്നെ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ നേരം പാത്രത്തിലേക്ക് വിളമ്പിയാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ ഇതാണ് നൂഡിൽസാണ്. ഇതിൽ നമുക്ക് ചിക്കനും ഇടാം. ചിക്കന് പിന്നെ ചിക്കൻ ഞങ്ങൾ ഇട്ടിട്ടില്ല. ചിക്കൻ വേണമെന്നുള്ളവർക്ക് ചിക്കനാ ബീഫാ പിന്നെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് വേവിച്ചിട്ടാ പിന്നെ ഫ്രൈ ചെയ്തിട്ടാ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ പിന്നെ നൂഡിൽസാണ്. എല്ലാവരും ഇതേപോലെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ.